അലൂമിനിയം ലേബർ കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ കണ്ണൂർ മേഖലാ സമ്മേളനം ഗുരുഭവൻ ഓഡിറ്റോറിയത്തിൽ നടന്നു. മേയർ മുസ്ലിം മഠത്തിൽ ഉദ്ഘാടനം ചെയ്തു. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ വഴിത്തിരിവ് സെക്രട്ടറി എന്നൊക്കെ പറയുമ്പോൾ ജീവിതത്തിൽ ഒരു വഴിത്തിരിവ് എത്തിയിരിക്കുന്ന കുട്ടികൾ കൃത്യമായി ഇനി എന്താണ് പഠിക്കേണ്ടത് എന്ന് മനസ്സിലാക്കി ഇനിയും നമ്മളൊരു തീരുമാനത്തിലെത്തണം. ചില നാൾ രക്ഷിതാക്കൾ സ്കൂളിൽ അയച്ചതുകൊണ്ട് സ്കൂളിൽ പഠിച്ചു എന്നതിനപ്പുറം ഇനി എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ആരാണെന്ന് മനസ്സിലാക്കി ആ രീതിയിൽ നമ്മുടെ കഴിവിനനുസരിച്ച് എല്ലാവർക്കും കഴിവുകളുണ്ട്. പക്ഷേ എല്ലാവരുടെ കഴിവുകൾ വ്യത്യസ്തമാണ്. എല്ലാവർക്കും ഡോക്ടർ എഞ്ചിനീയറാകാൻ കഴിയില്ല. നമ്മുടെ വിദ്യാഭ്യാസ സംവിധാനങ്ങൾ ഒരുപാട് അനന്ത സാധ്യതയുള്ള വിദ്യാഭ്യാസ മേഖലയുണ്ട്. തൊഴിൽ മേഖലയിൽ അതുപോലെ തന്നെ ഒരുപാട് അനന്ത സാധ്യതയുള്ള തൊഴിൽ മേഖല നമ്മുടെ മുമ്പാകെയുണ്ട്. അപ്പോൾ ആ മേഖലകൾ കണ്ടെത്തി ആ മേഖലയിലേക്ക് പോകാൻ ഞാൻ എന്താണ് പഠിക്കുന്നതെന്ന് മനസ്സിലാക്കി ആ രീതിയിലേക്ക് പോകാൻ ആവുന്ന തരത്തിൽ അതിന് പര്യാപ്തമായ തരത്തിൽ കുട്ടികൾ തയ്യാറാകണമെന്നാണ് അവസരത്തിൽ സൂചിപ്പിക്കുന്നത്. ചടങ്ങിൽ ഈ വർഷത്തെ SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച മെമ്പർമാരുടെ മക്കളെ ആദരിച്ചു. മേയർ മുസ്ലിം മഠത്തിൽ കുട്ടികളെ അനുമോദിക്കൽ ചടങ്ങ് നടത്തി. കണ്ണൂർ മേഖലാ പ്രസിഡന്റ് രൂപേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രസിഡന്റ് രാജേഷ് N മുഖ്യ അതിഥിയായി പങ്കെടുത്തു. സെക്രട്ടറി K സജീഷ്, കണ്ണൂർ ജില്ലാ സെക്രട്ടറി രാജീവൻ കണ്ണാടിപ്പറമ്പ്, ട്രഷറർ രാകേഷ് PP, സംസ്ഥാന കമ്മിറ്റി അംഗം പ്രകാശൻ പാറപ്പുറം, കണ്ണൂർ ജില്ലാ ട്രഷറർ അനിൽകുമാർ, മുൻ സംസ്ഥാന കമ്മിറ്റി അംഗം പ്രസൂൽ വടക്കുംപാട്, റിസർച്ച് വിംഗ് കമ്മിറ്റി റിജിൽ TK, ജില്ലാ പ്രസിഡന്റ് രാജേഷ് N, എക്സിക്യൂട്ടീവ് മെമ്പർ ഫിറോസ് വാരം തുടങ്ങിയവർ പങ്കെടുത്തു. അലൂമിനിയം ലേബർ കോൺട്രാക്ട് അസോസിയേഷന്റെ 3ാം സംസ്ഥാന സമ്മേളനത്തിന്റെ മുന്നോടിയായി മേഖലാ തലങ്ങളിൽ നടക്കുന്ന സമ്മേളനമാണ് ഇന്നിവിടെ നടന്നിട്ടുള്ളത്. അലൂമിനിയം ഫാബ്രിക്കേഷൻ രംഗത്ത് ഇന്ന് വന്നിട്ടുള്ള പ്രതിസന്ധികളും കാര്യങ്ങളും വിശദമായി ചർച്ച ചെയ്തിട്ടുണ്ട്. അത് അലൂമിനിയം വിതരണം ചെയ്യുന്ന ഷോപ്പുകളിൽ ബന്ധപ്പെട്ട് അറിയിക്കുകയും മെറ്റീരിയൽസിൻ്റെ ഗുണമേന്മ നമ്മുടെ വർക്കിനെ വല്ലാതെ ബാധിക്കുന്ന ആശങ്ക ഇന്നിവിടെ പങ്കെടുത്ത അംഗങ്ങളെല്ലാവരും പങ്കുവയ്ക്കുകയും അതിനു വേണ്ടുന്ന നടപടികൾ കൈക്കൊള്ളുവാൻ ഷോപ്പുകാരുമായിട്ട് നമ്മൾ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. കൂടാതെ നമ്മുടെ അപകടം നിറഞ്ഞ മേഖലയാണ് നമ്മുടെ അലൂമിനിയം ഫാബ്രിക്കേഷൻ തൊഴിൽ രംഗം. അപകടങ്ങൾ പരിക്കുപറ്റിയവരെ സഹായിക്കുന്നതിന് വേണ്ടി ഗ്രൂപ്പ് ഇൻഷുറൻസ് പദ്ധതികളും ക്ഷേമനിധി ബോർഡിൽ നമ്മുടെ നിരന്തര പ്രവർത്തനത്തിൻ്റെ ഫലമായി നമുക്ക് അംഗത്വം രജിസ്റ്റർ ചെയ്യാനുള്ള സാഹചര്യം സർക്കാരിൽ നിന്ന് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ കാര്യങ്ങളും നമ്മുടെ സംഘടനയുടെ ദീർഘകാല പ്രവർത്തനത്തിൻ്റെ ഫലമായി ലഭിച്ചിട്ടുള്ളതാണ്.